ഹായ് ഗായ്സ്, ഞാനിതാ എത്തിയിട്ടുള്ളത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഷവർമ, ജ്യൂസ്, അങ്ങനത്തെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പോയപ്പോൾ തന്നെ അതാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പഞ്ഞൂട്ടായി എന്താ പറയുക, ആ തമ്മാറിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. തേൻ മുട്ടായി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച് കഴിക്കൽ കഴിഞ്ഞിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ അതാ ഞാൻ ഫസ്റ്റ് തന്നെ താഴത്ത് നോക്കിയപ്പോൾ അതാ ഫിഷ് ഉണ്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ 4 ടൈപ്സ് ഓഫ് ഫിഷാണ് കേട്ടോ അവർ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫിഷും ഗ്രില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതായത് റെഡ് ചില്ലീൻ്റെ ഒരു ഫിഷും പിന്നെ ഞാനൊരു ഗ്രീൻ ചില്ലിൻ്റെ ഫിഷാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. റെഡ് ചില്ലി മസാലയുണ്ട്, ഗ്രീൻ ചില്ലി മസാലയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മേലെ നോക്കിയപ്പോൾ ഒരു അതിർപ്പായിട്ടുള്ളൊരിത് കണ്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഗോളി സോഡയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇനി ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനത്തെ ഞങ്ങൾ നേരെ പോയത് ഷവർമ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷവർമ 2 ടൈപ്പ് ഉണ്ട്, സ്പൈസി ആൻഡ് നോർമൽ ഷവർമ. അപ്പോൾ ഒക്കെ നല്ല ആ ഗ്രില്ലിങ് കണ്ടാൽ തന്നെ അറിയാം, കഴിക്കാനുള്ളൊരു കൊതി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് റെഡാണ് കേട്ടോ കൂടുതൽ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാന്ന് വേഗം പോയിട്ട് കൈ കഴുകാമെന്ന്. ഞാൻ ഫസ്റ്റ് ഇതാണ് കേട്ടോ നോക്കിയത്. എന്താ പറയുക, മെനുവിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് നോക്കി. അങ്ങനെ ഞാനിതാ കുറച്ച് ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാനുള്ളൊരു പരിപാടിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ക്രബ് സാൻഡ്വിച്ച് അങ്ങനത്തെ ഒരുവിധം എല്ലാ സാൻഡ്വിച്ചസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഫലൂദ, വിൽ മിൽക്ക്, പിന്നെ ഐസ്ക്രീംസ്, അങ്ങനത്തെ ബ്രോസ്റ്റഡ്. അങ്ങനെ ഞാനെന്താ ഫസ്റ്റ് ഞാൻ വിചാരിച്ചെന്നാൽ കൈ കഴുകിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതിന് കൈ കഴുകാൻ പോയപ്പോൾ ആ ഒരു ആംബിയൻസ് എനിക്ക് ഇഷ്ടമായിട്ടാണ്, വെറുതെ പറഞ്ഞാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സെറ്റിങ് രണ്ട് ഇതാക്കണം. അപ്പോൾ ഞാൻ ഷർഫിനോട് പറഞ്ഞ ഒരു ഫോട്ടോ എടുത്താലോ എന്നൊക്കെ. ഷർഫിന് മര്യാദക്ക് പോരാനിട്ട് അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് തന്നെ ഷവർമ. അപ്പോൾ ഞാൻ ഷവർമ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ നല്ല ഗ്രില്ല് ചെയ്തതിൽക്ക് റുമാൽ റൊട്ടിയിൽക്ക് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കന്, അതുപോലെ തന്നെ സലാഡ് അതൊക്കെ വെച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി മയണൈസൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി റോൾ ചെയ്താൽ നമ്മുടെ ഷവർമ റെഡിയായി. അങ്ങനെ ഞാൻ ഷവർമ റെഡിയാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിക്കണ്ടേ. അങ്ങനെ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇക്കും കുഞ്ഞോനും അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഷൂട്ടിങ്ങല്ലേ, അപ്പോൾ നമുക്കത് എന്താ പറയുക ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ 5 ടൈപ്പ് ഓഫ് ചാർക്കോള്, അതിൻ്റെ കൂടെ ഒരു മട്ടൻ കബ്സ, പിന്നെ ജ്യൂസ്, ഷവർമ, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 ടൈപ്സ് ഓഫ് ചാർക്കോള് നല്ല ഭംഗിയിൽ പ്ലേറ്റിലാക്കിയിട്ട് നോർമല്, പിന്നെ അതുപോലെ ഡൈനാമിക്, ഗ്രീൻ ചില്ലി, പെപ്പർ, പിന്നെ പെരി പെരി ചാർക്കോളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ അതിൻ്റെ കൂടെ 2 ടൈപ്സ് ഓഫ് ചട്നി, അതുപോലെ മയണൈസ്, പിന്നെ ഒരു വലിയൊരു ഗ്ലാസ് ജ്യൂസ്. ഇതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജ്യൂസാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് നിങ്ങളോട് പറയുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇതിൽ അവർ പറഞ്ഞത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല എന്ന്, പക്ഷേ ഈത്തപ്പഴം, ബട്ടറും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈത്തപ്പഴം, ബട്ടറും, പിന്നെ ഒരു ഫ്രൂട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ സൂപ്പറായിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, കാരണം അത് ലാസ്റ്റ് കുടിക്കാന്നുള്ളതിൽ. പിന്നെ ഞാൻ പിന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ ഷവർമ്മയാണ് കേട്ടോ. അപ്പോൾ ഷവർമ്മ ട്രൈ ചെയ്യാൻ കാരണം നമുക്കത് ചോറുന്നതിൽ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ ആ ചൂടോടൊക്കെ കടി കടിച്ചപ്പോൾ തന്നെ ഈ അമ്മോനെ അതും അടിപൊളി ഷവർമ്മ, നല്ല ഫില്ലിങ്ങും, പിന്നെ ആ ഒരു മയോണൈസിൻ്റെ ഒരു ടേസ്റ്റും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആ സലാഡൊക്കെ കൂടി കഴിക്കാൻ അടിപൊളി. അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട്, ഞാൻ മോസ്റ്റ്ലി ഷവർമ്മ എപ്പോഴും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങാറ്. എന്നാലും നമുക്ക് അതിനെ നടുവെന്ന് കഴിച്ചു തുടങ്ങണം, അതാണ് എനിക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അതുപോലെ തന്നെ ഞാനിതാ മട്ടൻ കബ്സയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. മട്ടൻ കബ്സ അതിൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, നല്ല ഗാർണിഷൊക്കെ ചെയ്ത് സലാഡൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ്
കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉപ്പാക്ക് മട്ടൻ്റെ ഫേവറേറ്റ് ആയി. കാരണം ഉപ്പ പറഞ്ഞാൽ മട്ടൻ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പാട് മട്ടൻ കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് അതിനെ ഉപ്പാക്ക് ഇട്ടുകൊടുത്ത് അതിനെ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിതാ ലെഗ് പീസ് തന്നെ സോറി വാരിയല് എന്ന് പറയും കേട്ടോ. വാരിയല് കിട്ടിയപ്പോൾ തന്നെ മോനെ ഇമെന്നായ ആ ഒരു മീറ്റ് വീണ് കണ്ടാൽ തന്നെ അറിയുണ്ടാവും നിങ്ങൾക്ക്. അപ്പം ഞാനൊരു പീസ് മട്ടൻ എടുത്ത് റേഷൻ റൈസ് കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി. അതിലൊരു ഫ്രൈ ഒണിയനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഭയങ്കര എനിക്കത് എന്താ പറയുക ആ ഫീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ടേസ്റ്റ് വായിൽ വെച്ചപ്പോൾ തന്നെ ആ മട്ടൻ്റെ ആ ഒരു ഇതും ഒരു സൂപ്പർ. പിന്നെ ഇതാ 2 ടൈപ്സ് ചട്ടിനിയും കൂട്ടിയിട്ട് ഞാനൊന്നും കൂടി കഴിച്ച് നോക്കിയിട്ടോ. ചട്ടിനി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതാ ഞാൻ ഫസ്റ്റ് എനിക്ക് ഡൈനാമിക് ചിക്കൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫസ്റ്റ് തന്നെ അത് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനൊരു പീസ് ഡൈനാമിക് ചിക്കൻ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് റൈസ് ഇട്ട് എന്നിട്ട് ഞാനത് ട്രൈ ചെയ്യാൻ പോവാണ് ഗായ്സ്. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ മോനെ അടിപൊളി കിടിലോസ്കി. ഞാൻ ഡൈനാമിക് ചിക്കൻ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. നമ്മൾ പെരി പെരി നോർമൽ ചാർക്കോ നോർമലല്ല ഒന്നില്ലെങ്കിൽ പെരി പെരി അല്ലെങ്കിൽ ഹണി ചിക്കൻ അങ്ങനെയാണ്. ഡൈനാമിക് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഫസ്റ്റ് ടൈമോ രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചിക്കനും ഇവിടുത്തെ ചിക്കൻ ആയാലും എനിക്കൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ചിക്കൻ ആയാലും മീറ്റ് ആയാലും വെൽ കുക്ക്ഡ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് എന്താ പറയുക ഞാൻ പറയാം ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ UAE ആൾക്കാർ അജ്മാലിൽ നൈസ് ഗ്രിൽ മന്തിയിൽ വന്നിട്ടൊന്ന് ഈ ഒരു ഡൈനാമിക് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയും എനിക്കത് അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ. ഞാൻ ഒരുപാട് പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ഓക്കെ. പിന്നെ അതാ ഞാൻ ആ തളികൊക്കെ നിങ്ങൾക്കൊന്നും കൂടി ഇങ്ങോട്ട് ഒക്കെ ഒന്ന് അടുത്ത് നിന്നിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതാ ഞാൻ നെക്സ്റ്റ് നോർമൽ ചാർക്കോളാണ് ട്രൈ ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ നോർമൽ ആ തളിക എൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കാരണം അത് ഓരോന്നോരോന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കണേന്ന്. അപ്പോൾ എല്ലാതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എല്ലാതും ലേശം റൈസ് കൂട്ടി കഴിച്ചപ്പോൾ നോർമൽ എനിക്ക് അത്ര അങ്ങോട്ട് ഗുമ്മിട്ട് പറയാനില്ല കേട്ടോ. നോർമലൊരു ആവറേജ് ഓക്കെ. ഞാൻ പറയാം ഇപ്പോഴും ഇതിൻ്റെ അതും കൂടി കമ്പയർ ചെയ്താൽ ഡൈനാമിക് ചിക്കനാണ് നിങ്ങൾക്ക് പറയുള്ളൂ. പിന്നെ അത് ഗ്രീൻ ചില്ലിയാണ് കേട്ടോ. ഗ്രീൻ ചില്ലി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സൗണ്ട് പോയ കാരണം 2 ദിവസമായി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മതി ഉള്ള സൗണ്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഗ്രീൻ ചില്ലിയും സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മളൊരു ആ ചില്ലീൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്കതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെതാ ഞാൻ പെരി ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഡൈനാമിക് ചിക്കനും പിന്നെ ഒന്ന് പെരിയും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗ്രീൻ ചില്ലിയും ആണ് ഞാൻ നിങ്ങൾക്ക് മോസ്റ്റ്ലി എനിക്കിഷ്ടമായത് കേട്ടോ. നിങ്ങൾ വന്നിട്ട് പെപ്പർ ഇഷ്ടമുള്ള ഉപ്പാക്ക് പെപ്പറാണ് ഇഷ്ടമായത്. എനിക്ക് പെരിയും ഡൈനാമിക്കും ഗ്രീൻ ചില്ലിയും ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. ഷർഫിനും ഡൈനാമിക്കും ഇതാണ് പെരിയാണ് ഇഷ്ടമായത്. ഇക്കും ഡൈനാമിക്കും അതുപോലെ തന്നെ എന്താണ് പെപ്പറുമാണ് ഇഷ്ടമായത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്തത് ഈ 3 എണ്ണമാണ്. അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പ്രിഫർ ചെയ്തതും ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരതും നമ്മൾ പറയണ്ട. അപ്പോൾ ഞാൻ കുറച്ച് റൈസൊക്കെ ഇട്ടിട്ട് കഴിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരായാലും ഇവിടെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അജ്മാലിൽ വന്നിട്ട് ഈ ഒരു ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഫുഡിൻ്റെ വ്ളോഗൊക്കെ ഇനി ഇടുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കമൻറ്റ്സ് ഇടുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞുതരിക. അപ്പോഴല്ലേ എനിക്കതൊക്കെ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ലാസ്റ്റ് പറയുന്നുണ്ട്. താങ്ക് യു ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് അറിയില്ല അത്രയും ടേസ്റ്റിൻ്റെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പൊ ഈ ലൊക്കേഷൻ അത്രയും നല്ല ഫുഡ് കിട്ടുന്ന ലൊക്കേഷൻ എവിടെ വെച്ചാൽ
ലൊക്കേഷൻ വരുന്നത് അജ്മാൻ മ്യൂസിയത്തിന്റെ തൊട്ടടുത്ത് ഡിസ്കൗണ്ട് സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് നൈസ് ഗ്രിൽ റെസ്റ്റോറന്റ്.